ഹലോ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കാം. അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ, നമ്മളിപ്പോൾ അത്യാവശ്യം റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുന്ന പാൻസ് ആണെങ്കിലും ഇല്ല നമ്മളിപ്പോൾ തയ്ച്ച് പകുതിയായിട്ടുള്ളൊരു പാൻ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയാൽ മാത്രമായിരിക്കില്ലേ ഇതിൻ്റെ പോക്കറ്റ് ഏത് സൈഡിൽ വെക്കണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത്. ഫ്രണ്ട് ഭാഗം ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഇതാണ്, ഇത് ബാക്കും. അപ്പോൾ ഫ്രണ്ട് ഈ മറുപുറം ഇട്ടതിന് ശേഷം, അതായത് സ്റ്റിച്ച് നമുക്ക് കാണുന്ന രൂപത്തിൽ ഇട്ടതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ നമ്മുടെ ഫേസിന് അഭിമുഖമായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ റൈറ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡ് ഏതാണോ വരുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചിട്ട, അതായത് നല്ലപുറം ഇട്ട് കഴിഞ്ഞാലും റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. മനസ്സിലായോ? നമുക്ക് പലപ്പോഴും തിരിച്ചും മറിച്ചും നോക്കിയാലും കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണത്. ഞാൻ പലപ്പോഴും ടോപ്പുകളാണെങ്കിലും ഇത് ചെയ്ത് നോക്കാറുള്ളതാണ്. നമുക്ക് റെഡിമെയ്ഡ് ടോപ്പെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഏത് സൈഡിൽ പോക്കറ്റ് വെക്കണം, റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ വേണം പോക്കറ്റ് വെക്കാനെന്നറിയാം. പക്ഷേ അത് നമ്മൾ തിരിച്ചും അങ്ങോട്ടേക്കൊന്ന് മറച്ചൊന്ന് വരുമ്പോഴത്തേനും ഭയങ്കര ഡൗട്ടാവും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പോൾ ടോപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ മറുപുറം ഇട്ടതിന് ശേഷം ഫ്രണ്ട് എവിടെയാണോ വരുന്നത് ആ ഫ്രണ്ട് പോർഷൻ നമ്മുടെ മുഖത്തിന് അഭിമുഖമായിട്ട് വെച്ച് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ ഏത് അളവാണോ വേണ്ടത് ആ ലെങ്ത്ത്, എവിടെ തൊട്ട് എവിടം വരയ്ക്കാണോ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ പോക്കറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഇതാ പാൻറ്റിൻ്റെ മേലത്തെ പോർഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോക്കറ്റ് വെക്കേണ്ടത്. ഞാൻ ബാൻഡിനുള്ള ഒരു ഗ്യാപ്പാണ് ഇവിടെ വിട്ടു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് 6 ഇഞ്ച് ലെങ്ത്താണ് പോക്കറ്റിന് വേണ്ടി കണക്കാക്കി മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോക്കറ്റ് ഓപ്പണിംഗ് വെച്ച് കൊടുക്കേണ്ടത്, നമുക്ക് കൈ കടക്കാൻ പാകത്തിന്. മനസ്സിലായി കാണുമല്ലോ? ഇതങ്ങനെ പോക്കറ്റ് വെച്ച് എടുത്ത ഒരു പാൻറ്റാണ്. എക്സ്ട്രാ പോക്കറ്റ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ. ഇതിന് മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത്. ഇവിടെ ഏറ്റക്കുറച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതാണ് ഫ്രണ്ട്. കുറവ് ലെങ്ത്ത് വരുന്നതാണ് ഫ്രണ്ട്. ഇത് മറിച്ച് കഴിഞ്ഞിട്ട് കാണിക്കേ. ആദ്യമായി തയ്ച്ച് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് വരുന്നൊരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക, മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.